ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചക്കക്കുരു പായസം. ചക്ക സീസൺ ആയാൽ പിന്നെ ചക്കക്കുരുവിന് വലിയ ക്ഷാമമൊന്നും ഉണ്ടാകില്ലല്ലോ. ഇപ്പോഴത്തെ ചക്ക സീസൺ ആയത് മുതൽ പെൻഡിങ്ങിലിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ചക്കയെല്ലാം കഴിയാറായ ഇന്നാണ് അതിനൊരു തീരുമാനമായത്. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും പായസത്തിൻ്റെ പരിപാടികളങ്ങ് തുടങ്ങി. ഇതിൽ ചക്കക്കുരുവിൻ്റെ തോട് കളയുക എന്നതാണ് കുറച്ച് പാടുള്ള ജോലി. ആ കടമ്പ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ വളരെ എളുപ്പമാണ്. പിന്നെ ചക്കക്കുരു കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി 5-6 വിസിൽ കേൾക്കുമ്പോഴേക്കും അത് പാകത്തിന് വെന്ത് കിട്ടും. ഈ വെന്തുടഞ്ഞ ചക്കക്കുരു ശർക്കരപ്പാനിയിലേക്കിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും 2-ാം പാലും 1-ാം പാലും ഒക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കണം. ബാക്കിയെല്ലാം മറ്റ് പായസങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ നല്ലോണം വിളഞ്ഞ് പാകമായ ചക്കയുടെ കുരുവാണ് പായസത്തിന് നല്ലത്. ഏറെക്കുറെ കടലപ്പായസത്തിൻ്റെ ടേസ്റ്റാണ് ഈ ചക്കക്കുരു പായസത്തിനുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എനിക്കൊരബദ്ധം പറ്റി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ പായസം പാകമായി വരുമ്പോൾ അതിൽ വറുത്തിടുന്നതിനുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കാമെന്ന് കരുതി. പക്ഷേ പായസം റെഡിയായി സാധനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ ചേച്ചി കടയും അടച്ചിട്ടങ്ങ് പോയി. പിന്നെ കയ്യിലുണ്ടായിരുന്ന തേങ്ങയും കപ്പലണ്ടിയും വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.